അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു എഗ് കുറുമയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഡിന്നർ ആയിട്ടൊക്കെ ഇതിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കുറുകിയ ചാറോട് കൂടിയൊരു എഗ് കുറുമ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഒരു പാത്രം ചൂടാവാനായിട്ട് വെച്ച ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിലേക്ക് ഒരു 3 ഏലക്കായ, 3 ഗ്രാമ്പൂ, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി മസാലകളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നു തുടങ്ങിയാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തുള്ളത്. ഇനി നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തത്. ഇനി നമുക്ക് ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി. അപ്പോൾ എരിവ് കൂടി പോകണ്ട കേട്ടോ, നമ്മളിതിൽ കുരുമുളക് പൊടിയും പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റിയപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്താൽ മതി. ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 15 കാഷ്യൂനട്ട് കുറച്ച് മുന്നേ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കാഷ്യൂ പേസ്റ്റ് ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് തിളച്ച് വന്നാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 4 പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറിയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് മുട്ട ഒന്ന് വരഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ 2 പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ മുട്ട കറിയിലിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുത്ത ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ട് ഇതൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വറുത്തിടാനുള്ള സാധനങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്ക് ഒരു സവാളയുടെ ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുക്കാം. സവാള അധികമൊന്നുമില്ല കേട്ടോ, ഒരു ചെറിയ സവാളയുടെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ സവാളയൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ സവാള നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ സവാള നല്ലൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 കാഷ്യൂനട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 10-12 കിസ്മിസ്, കുറച്ച് മല്ലിയില. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത ശേഷം കുറച്ച് നമുക്ക് കറി സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിലിട്ട് കൊടുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ കറിയൊക്കെ നല്ല പാകമായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലുള്ള നെയ്യോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിത് പെട്ടെന്നൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്നും കൂടി മൂടി വെച്ച് കൊടുക്കാം. പിന്നെ നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് എടുത്താൽ മതി.
അപ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് വറുത്ത് ചേർത്തുള്ളതിൻ്റെ എല്ലാം ടേസ്റ്റും മണമൊക്കെ ഇതിലേക്ക് നന്നായിട്ട് അങ്ങ് പിടിച്ചോളും. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ് കുറുമ റെഡി ആയിട്ടുണ്ട്. നല്ല പാകത്തിന് കുറുകി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.